ബ്രേക്ക്ഫാസ്റ്റിന് ബിസിബെലെ ബാതും മസാല ദോശയും ഉഴുന്നുവട. ആക്ച്വലി ഇവളൊരു കർണാടകക്കാരിയായി മാറിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ആരെങ്കിലും കഴിക്കും രാവിലെ സാമ്പാറും മിച്ചറും. എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ നല്ല ക്രിസ്പി വട, എൻ്റെ മസാല ദോശ. പക്ഷെ മസാല ദോശ ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ ബൈ. വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നു. നല്ല രസമുണ്ട്. നമ്മൾ കളർ കോഡായ പോലെ. ഹായ് ഗൈസ്, നമ്മളിതേ സ്റ്റിക്ക് എവിടെ? ചിക്പേട്ടാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ നടക്കില്ല. ഒന്നും പറയില്ലേ? ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് ചിക്പേട്ടയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ലൈക്ക് നല്ല അലമ്പ് സ്ഥലമാണ്. നമുക്ക് ജയനഗർ പോലെയോ അല്ലെങ്കിൽ ബാക്കി സ്ഥലം പോലെയോ ഒന്നുമല്ല. ഞാനും ആദരയും കൂടെ വന്നിരിക്കണം. ആദര ഈസ് ഡൂയിങ് സം പർച്ചേസ് ചെയ്യാൻ. പിന്നെ സ്ട്രീറ്റിൽ ഒരുപാട് കുറേ ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഇമിറ്റേഷൻ ജ്വല്ലറിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ഒരു 1000 അങ്ങനെ റേഞ്ചാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്ര റേറ്റ് ഒന്നുമില്ല. പിന്നെ ഡ്രസ്സസ്, സാരീസും ലെഹങ്കാസും കുർത്തിയൊക്കെയാണ്. പിന്നെ ഈ വിൻ്റർ വെയർ അങ്ങനത്തെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ഞാൻ ഇടയിലിടാം. ഭയങ്കര എന്താ പറയുക, ഒരു നീറ്റല്ല. നമുക്കൊരു 50 മീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റില്ല. അത് ഭയങ്കര ക്രൗഡഡ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വണ്ടിയും കയറ്റും. ആ ഒരൊറ്റ ഡ്രോബാക്കാണ്. പിന്നെ നിറച്ച് തുപ്പിയിടുകയും ചെയ്യും. ആ ഒരു വൃത്തിയില്ല. അതൊറ്റ ഡ്രോബാക്കാണ് ചിക്പേട്ടിനുള്ളത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ റിയലി ഗുഡ് പ്ലേസ്. നല്ലതാണ്. എല്ലാം നമുക്ക് കിട്ടും. എല്ലാം വൃത്തിയിൽ നമുക്ക് കിട്ടും. അയ്യോ, അപ്പോൾ വന്നാ ഓക്കെ. അപ്പോൾ നമ്മൾ ചിക്പേട്ടത്തെ ഏറെക്കുറെ നമ്മൾ തീർന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോൾ ടൈം അത്യാവശ്യമായിട്ടുണ്ട്. ഉച്ചയ്ക്കൊക്കെ ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് കുറച്ച് സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വിൻ്റർ വെയർ പോലത്തെ ഒരു സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സ് കാണിച്ചത്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്ദിരാനഗർ പോവാം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് അവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോകാം. ഇതാണ് ഇന്നത്തെ ദിവസം. ബൈ. അങ്ങനെ കുറേ എണ്ണം. ಅಲ್ಲ ಅಲ್ವಾ? 230 ರೂಪೀಸ್ಗೆ ಆಂಟಿ ಟಾನಿಶ್ ಸಿಗುತ್ತೆ. ಹೌದಾ? പിന്നെ മക്കളെ, ചിക്പേട്ട് എന്ന് പറയുന്നത് കുറച്ച് എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ച് വരുന്ന സ്ഥലം. അത് ഞങ്ങളുടെ എനർജി ഡ്രിങ്ക് ഉണ്ടോ? ജീരക വെള്ളം. നല്ല തള്ള വൈബായി ഉണ്ടല്ലോ നമ്മൾ. ഞങ്ങൾ വൈകുന്നേരം 5 മണി 6 മണി വണ്ടിയിലൊക്കെ നല്ല വരിക. ഞങ്ങൾ റൂമിലേക്ക് പോകുള്ളായിരുന്നു. അതുവരെ ഞങ്ങൾ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. പക്ഷെ ഇപ്പൊ വയ്യ. നമ്മള് വയ്യ. ബാംഗ്ലൂരൊക്കെ വന്ന ടൈമിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു. ക്യാബൊക്കെ വിളിച്ച് അവിടെ തന്നെ ഫുഡ് ഏതൊക്കെ സ്റ്റെപ്പിലിരിക്കും. 5 രൂപ കൊണ്ട് ഓർമ്മ ഒരു റോഡ് അഴിച്ച്. ഇപ്പൊ വയ്യ. ഭയങ്കര എക്സോസ്റ്റഡ് ആവുക. ഇന്നിപ്പോ വെയിലില്ല, അങ്ങനത്തെ ശല്യമേ ഇല്ല. നല്ല ക്ലൈമറ്റ്. നമ്മുടെ പൾപ്പിലേക്ക് പോകും. പൾപ്പ് ജ്യൂസ് ബാർ ഇന്ദിരാനഗർ. എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ ഇന്ദിരാനഗർ ആ ഏരിയയിലുള്ളവർക്കൊക്കെ സ്വിഗ്ഗിയിലും അവൈലബിൾ ആണ്. എല്ലാവരും ഓർഡർ ചെയ്യണം. അടിപൊളി ജ്യൂസാണ്. നന്നായിട്ട് ആ പൾപ്പിൻ്റെ പേര് പോലെ നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ്. പിന്നെ സാൻഡ്വിച്ചും എല്ലാം ഉണ്ട്. എല്ലാവരും പോയി ട്രൈ ചെയ്യണം. പിന്നെന്താ, അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകണേ. അവിടെ പോയി ജ്യൂസ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ കമ്മനാലിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അപ്പോൾ നാളെ മന്തി. അപ്പോൾ നമുക്ക് എനർജി. അപ്പോൾ നാളെ മടിവാളിൽ നെഹദി പോകണ്ട, ഇവിടുത്തെ നെഹദി പോയാൽ മതി. നാളെ നമുക്ക് മുത്തശ്ശി ക്യാസിൽ നമ്മൾ പഴയ അങ്ങനത്തെ സ്ഥലത്ത് കയറാം.
പിന്നെ മടിവാള കഫേ, അതൊക്കെ നമ്മുടെ പലഹാരങ്ങൾ കിട്ടുന്ന കട. ഞാനൊരു നാടൻ ഫുഡ് മീൽസ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് മടിവാളൊക്കെ നമ്മുടെ കഫേയിലൊക്കെ ആകെ കുറച്ചാണ് പോയിട്ടുള്ളത്. പിന്നെ ഒലീവ് ഫുഡ് സ്ട്രീറ്റ്, അത് കൊള്ളാം. നമുക്കൊരു 100 രൂപയ്ക്ക് അടിപൊളി സാധനങ്ങൾ കിട്ടും. എല്ലാം 89 രൂപയ്ക്കല്ലേ ഡ്രിങ്ക്സിനൊക്കെ. പക്ഷെ എപ്പോഴും സീറ്റ് കിട്ടില്ല, അതാ പ്രശ്നം. ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അതിനിപ്പോൾ കുറേ ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിപ്പേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ കോറമംഗലം നെക്സസ് അതിന് പിന്നെ റഹേജ് ആർക്കേഡ്. അവിടെ ഭയങ്കര ബഡ്ജറ്റ് കുർത്തീസ് നൈറ്റ് വെയേഴ്സ് ഒക്കെ കിട്ടും. ഞാൻ അവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ കാണിച്ചപ്പോൾ മുതൽ പിന്നെ ഒരു 3.5 വർഷമായിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കുക. ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർ ഇന്ത്യൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവൾക്കും എൻ്റെ വേറൊരു ഫ്രണ്ടിനും ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റഹേജ് എന്നാണ് മേടിച്ചത്. റഹേജ് ആക്ച്വലി നല്ല പോലെ ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് റേറ്റ് ഓർമ്മ കിട്ടും. പിന്നെ കോട്ട്സൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു 1200 ആണല്ലോ ഒരു ഷോളൊക്കെ ഉള്ളത്. അതൊക്കെ ഇവിടെ ഒരു 700-800 കിട്ടും. റഹേജ് ഇറ്റ്സ് ഗുഡ് ഫോർ കുർത്തി. അവിടെ ജെൻസ് ഒന്നും അധികം ഇല്ലേ? പിന്നെ വർക്കിംഗ് വുമൺസിനൊക്കെ കുർത്തീസ് അത് ഇവിടെയുള്ള മലയാളീസിനൊക്കെ അറിയുന്നുണ്ടാവും. പിന്നെ വരാനുള്ളവർക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ജയനഗർ കൊമേഴ്ഷ്യലൊന്നും പോയി സമയം കളയരുത്. കൊമേഴ്ഷ്യൽ ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് പ്രൈസ് ആണ്. ഓവർ ഹൈറ്റ് ആണ് ഓവർ പ്രൈസ്ഡ് ആണ്. ആക്ച്വലി ചീപ്പൊന്നുമല്ല. പിന്നെ ചിപ്പായിട്ടൊക്കെ ചീപ്പാണ്. പക്ഷെ ചിപ്പായിട്ട് ഭയങ്കര റഷാണ്. പക്ഷെ ജയനഗറിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല ഷർട്ട്സ് ഒക്കെ ഇല്ലേ, സ്ട്രൈപ്പ് ഷർട്ടൊക്കെ, അതൊക്കെ 200 രൂപയ്ക്കൊക്കെ കിട്ടും. കൊറിയൻ ടോപ്സ്. പിന്നെ ചില ടൈമിൽ നമുക്ക് 50 രൂപ, അത് ചിലപ്പം ഫ്രിസ്റ്റ് ആയിരിക്കും. 50 രൂപ 100 രൂപയ്ക്കൊക്കെ ടോപ്പ് കിട്ടും. പക്ഷെ നല്ല അടിപൊളി സാധനം. 50 രൂപ നല്ല സാധനങ്ങൾ കിട്ടും. നല്ല സ്ഥലം. പക്ഷെ ശാന്തമായി നല്ല സ്പേസ് ഉണ്ട്. മല്ലേശ്വരം അങ്ങനെ തന്നെയാണ്. പക്ഷെ ചിപ്പേറ്റ് എന്തറിയോ, ഈ സ്ഥലം ജയനഗറാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഇവിടെ ഒരു ക്രൗഡ്, ഈ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ്. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറയും മൈക്ക് വാങ്ങാൻ. അത് ഞങ്ങളിൽ ബഡ്ജറ്റ് ഇല്ല. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് പൈസ ചെയ്യുമ്പോൾ ഞങ്ങൾ നയിക്കുന്നു. അതാണ് ഇപ്പം ഞങ്ങൾ പാവങ്ങൾ. നോണ്ടുണ്ടോ, അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഷോപ്പിംഗ് ഏരിയ. അതിനിപ്പോൾ ഇത് കണ്ടു പറയുന്നവർ ഞങ്ങളുടെ 4-5 ഫ്രണ്ട്സിന് വീഡിയോ അവർക്ക് ഞങ്ങളോട് അറിയുകയും ചെയ്യാം. പിന്നെ വെച്ചാൽ കാണാനൊക്കെ പറയുമ്പോൾ ബാംഗ്ലൂർ പാലസും അതൊക്കെയാണ്. ഇപ്പം നിങ്ങളുടെ ഒരു പുതിയ വീടൊക്കെ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ലൈറ്റ്സ് ഇന്റീരിയർ അങ്ങനത്തെ ഒക്കെ ചിപ്പോട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരുപാട് അങ്ങനത്തെ സാധനങ്ങൾ. നിങ്ങളിപ്പോൾ ഈ ജ്യൂസ് ഷോപ്പ് ആണെങ്കിലും എല്ലാം ഹോൾസെയിൽ സപ്ലൈ നമുക്ക് വേണം. പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്ത് വേണോ ചിപ്പേറ്റാണ് അതിൻ്റെ. നമ്മളിപ്പോൾ ഉള്ളതാണ് പൾപ്പ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ പൾപ്പ്. അപ്പോൾ ഞങ്ങൾ ഒരു കോൾഡ് കോഫി, ഇവിടുത്തെ സ്പെഷ്യൽ കച്ചാ മാംഗോ ജ്യൂസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ റിവ്യൂ ചോദിക്കും. ഇതാണ് കച്ചാ മാംഗോ. അടിപൊളി ടേസ്റ്റ് ആണ്. ചിക്കു ഞങ്ങളിപ്പം ഇന്ദിരാനഗറുള്ള കൊറിയക്ക് വന്നേക്കാണ്. ഞങ്ങൾ കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാനാണ്. മറ്റേ ചോപ്സ്റ്റിക്കൊക്കെ തന്നാൽ ക്ലിയർലി ഡോണ്ട് നോ ഹൗ ടു യൂസ് ദാറ്റ്. നമ്മൾ ഫോക്ക് യൂസ് ചെയ്യും. എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിരിക്കണം. ഞാനും വാമനും കൂടെ ഫോട്ടോ എടുത്തു തരും. ഒന്ന് എടുത്ത് തരുമോ ചേച്ചി? വീഡിയോ മാമനോ